ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടെന്ന് വിചാരിച്ച് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുക കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ VFSC പോകുമ്പം എന്തൊക്കെ ഡോക്യുമെന്റ്സ്, എന്തൊക്കെ പേപ്പറുകളാണ് നമ്മൾ അങ്ങോട്ട് VFSC പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം, എന്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് മരങ്ങളും ചെടികളൊക്കെ കൊണ്ടുള്ളതാണ്. നമുക്ക് വെച്ചെടുക്കാൻ ഇച്ചിരി സൗകര്യക്കുറവൊക്കെ ഉള്ളതുകൊണ്ടാട്ടോ എന്റെ വീഡിയോയിലെല്ലാം ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ എന്താണെങ്കിലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ തന്നെ നമ്മുടെ ഫോട്ടോ, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വൈറ്റ് വെക്കണം. നമ്മൾ പല കളറിലൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കും. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കുന്ന അവിടെ ചെല്ലുമ്പോൾ പറയണം VFSC കൊടുക്കാൻ തന്നെ ഉള്ളതാണെന്ന് പറയും. അവർ ഓട്ടോമാറ്റിക്കലി പറഞ്ഞോളും വൈറ്റ് എന്ന്. ഇനി നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മൾ പറയണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് വേണ്ടതെന്ന്. പിന്നെ നമുക്ക് അടുത്തത് നമ്മുടെ മോട്ടിവേഷൻ ലെറ്റർ അത് ജർമ്മനിലായിരിക്കണം. മിക്ക നമുക്ക് എടുത്തു തരുന്ന ഏജന്റുമാരും പറയുന്ന 2 പേജിലൊക്കെ വേണം മോട്ടിവേഷൻ ലെറ്റർ എന്നാണ് പറയുന്നത്. അത് നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് തന്നെ ജർമ്മനിൽ തന്നെ നമ്മളത് മോട്ടിവേഷൻ ലെറ്റർ തയ്യാറാക്കേണ്ടതാണ്. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ CV, അത് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് തന്നെ വേണം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ആദ്യമായിട്ട് ഒരു ഓർഗനൈസേഷന് മെയിൽ അയച്ച് നമുക്ക് ഒരു ഇന്റർവ്യൂ ഒക്കെ തരുമ്പോൾ നമ്മളൊരു മോട്ടിവേഷൻ ലെറ്ററും CV നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ആ CV മോട്ടിവേഷൻ ലെറ്ററോ അല്ല, VFSC പോകുമ്പോൾ നമ്മൾ കൊണ്ടു ചെല്ലേണ്ടത്. നമ്മൾ പുതിയൊരു മോട്ടിവേഷൻ ലെറ്ററും CV ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും ജർമ്മൻ ലാംഗ്വേജ് തന്നെ ആയിരിക്കും ചെയ്യണം. പിന്നെ ഇനി അടുത്തതാണ് ഫെട്രാഗും വോനൂങ്ങും. ഈ വോനൂങ്ങിന്റെ കോൺട്രാക്റ്റും ഫെട്രാഗും നിർബന്ധമാണ്. ഇതില്ലേ നമുക്കൊന്നുമില്ല. കാരണം നമുക്ക് റിജക്ഷൻ വരും. കാരണം നമ്മൾ അവിടെ പോണെങ്കിൽ നമുക്ക് വോനൂങ് വേണം. വോനൂങ്ങിന്റെ ഒരു കോൺട്രാക്ട് അവർ തരുന്നതാണ്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നതിന്റെ കോൺട്രാക്ട് അവർ തരും. ഇത് രണ്ടും നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുപോകണം. അടുത്തത് 5ാമത്തെ എന്ന് പറയുമ്പോൾ ഈ ആധാർ, നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന നോർമൽ ആധാർ കാർഡാണ്. അപ്പൊ നമ്മൾ ഈ ആധാർ എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ആധാർ നമ്മൾ അന്ന് കൊടുത്തിരുന്ന ഫോൺ നമ്പർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരു OTP വരും. ആ OTP കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ആധാർ എന്ന് പറയുന്ന ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പൊ നമ്മൾ ഈ ആധാർ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഇനി അടുത്തതാണ് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിലുള്ള പ്രൂഫ്, നമുക്കുള്ള സർട്ടിഫിക്കറ്റ്. നമ്മൾ ഏതൊക്കെ മൊഡ്യൂളാണ് പാസ്സായത്. ഇപ്പൊ 4 മൊഡ്യൂളാണെങ്കിൽ 4 മൊഡ്യൂൾ, നമ്മൾ 2 എണ്ണം ഉള്ളെങ്കിൽ 2 എണ്ണം, നമ്മൾ ഏതൊക്കെ വെച്ചാണ് നമ്മൾ കൊടുത്തിരുന്നത് അതിന്റെ സെയിം തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കണം. നമുക്ക് കിട്ടിയത് നമ്മുടെ ഗോയിത്തയിൽ നമ്മൾ ഏത് എക്സാം എഴുതിയോ അതിന്റെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. കാരണം നമ്മൾ ജർമ്മനിയിലേക്ക് പോവല്ലേ. അപ്പൊ ജർമ്മനിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അവിടുത്തെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ നമ്മളിപ്പോ എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട് അത്രയും സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുപോകണം. ഇതാണ് അടുത്ത ഡോക്യുമെന്റ് എന്ന് പറയാം. അത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും അതുകൂടാതെ ട്രാവൽ ഇൻഷുറൻസും വേണം. ഈ 2 എണ്ണത്തിന്റെയും സർട്ടിഫിക്കറ്റ് നമുക്ക് നിർബന്ധമായിട്ടും വേണം കേട്ടോ. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. അതിൽ നമ്മുടെ കൊറോണ നിർബന്ധമായിട്ടും നമ്മൾ 2 ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ 2 ബൂസ്റ്റിന്റെയും കുത്തിവെപ്പിന്റെ നിർബന്ധമായിട്ടും ഈ 2 എണ്ണത്തിന്റെയും സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമുക്ക് ചെറുപ്പത്തിൽ നമുക്ക് എടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് നമുക്ക് കുത്തിവെപ്പ്, തുള്ളിമരുന്ന്, ഇതിന്റെ എല്ലാം നമുക്ക് പ്രൂഫ് വേണം. അതൊക്കെ ചില ഓർഗനൈസേഷൻകാർ ചോദിക്കുന്നുള്ളൂ കേട്ടോ. ചോദിക്കുന്നതാണെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് നമുക്ക് നിർബന്ധമായിട്ടും, അതിപ്പം ഇന്നതെന്നില്ല, ഏത് ഓർഗനൈസേഷനിൽ നമ്മൾ എന്തിനു പോയി കഴിഞ്ഞാലും നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. ഇപ്പം 10, +2, ഡിഗ്രി, അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് മാസ്റ്റേഴ്സ്, അങ്ങനെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാത്തിനെയും സർട്ടിഫിക്കറ്റ് നമ്മൾ വെക്കുക. കാരണം നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെക്കുന്നത് നമുക്കൊരു വലിയൊരു കാര്യമല്ലേ. എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ചെറിയൊരു ഇളവെങ്കിലും ലഭിക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മൾ മുമ്പോട്ടുള്ള കാര്യത്തിൽ. അപ്പൊ നമ്മുടെ ഇതിന്റെ അകത്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും വെക്കുക. ഇനി മറ്റൊന്നെന്ന് പറയുന്നത്, നമുക്ക് അഡീഷണൽ ആയിട്ട് ഡോക്യുമെന്റ്സ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ അതൊക്കെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തണം. ഇനി അടുത്ത ഡോക്യുമെന്റ് ആണ് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ്. മാരേജ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. കാരണം നമ്മൾ പാസ്പോർട്ടിൽ സ്പൗസിന്റെ പേരായി വെച്ചിരിക്കുന്നത് നമ്മൾ മിക്കവാറും നമ്മുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരായിരിക്കും. എന്ന് വെച്ചാൽ മാരേജ് കഴിഞ്ഞിട്ടാണ് പാസ്പോർട്ട് എടുത്തതെങ്കിലും. അപ്പൊ നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ പ്രൂഫ് നമ്മൾ നിർബന്ധമായിട്ടും സർട്ടിഫിക്കറ്റ് വെച്ചിരിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പി, നമ്മൾ പാസ്പോർട്ടിന്റെ A4 സൈസ് കോപ്പി തന്നെ വെക്കണം. അപ്പം ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ VFSC പോകുമ്പോൾ കൊണ്ടുപോകണ്ടേ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.